എം 30 വീക്സ് പ്രഗ്നൻറ്റ് ആൻഡ് എല്ലാവരും എന്നോട് പറഞ്ഞു നെല്ലിക്ക കഴിക്കണമെന്ന്. പക്ഷെ ഞാൻ മേടിച്ച നെല്ലിക്ക ഫ്രിഡ്ജിലിരുന്ന് ഈ കോലായി. ഈ ബാക്കിയുള്ളതെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണ് ഇത് ആംല മുറബ്ബ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ആംല എടുത്ത് പുഴുങ്ങണം, അതായത് വേവിക്കണം ഒരു 5-10 മിനിറ്റ്സ്. എന്നിട്ട് അതിങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാനത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. ആൻഡ് നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂട് ഇച്ചിരി ആറിയിട്ട് അരിഞ്ഞാലും മതി. എന്നിട്ട് പിന്നെ ഒരു ചട്ടിയിൽ നമ്മൾ ശർക്കര കാച്ചാൻ വെക്കണം. ആക്ച്വലി ഇത് നമുക്ക് ഷുഗർ സിറപ്പിലും കോട്ട് ചെയ്യാം. ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ ശർക്കര തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ ഈ ആംല ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സിറപ്പും ആംലയും കൂടി നന്നായി യോജിക്കണം. ആൻഡ് ഈ സിറപ്പ് നന്നായി കട്ടിയായി വരും. ഇതേ ഇങ്ങനെ. ആൻഡ് ദെൻ ഇറ്റ്സ് റെഡി. ഇതൊന്ന് കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായ സംഭവം കൊള്ളാം. അപ്പോൾ കുറച്ചുകൂടി നെല്ലിക്ക മേടിച്ചിട്ട് അത് അളിഞ്ഞു പോകാണ്ട് ഇങ്ങനെ നേരത്തെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ എൻ്റെ പള്ളിയിലേക്കും കുറച്ച് പോകും അല്ലേ. ഓക്കെ ബൈ.